നമസ്കാരം. ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ വാക്പോര്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് ലോക്സഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. SIR സംബന്ധിച്ച് അമിത് ഷാ പ്രസംഗിക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഇടപെട്ടത്. SIRൽ താൻ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ സംവാദത്തിനായി അദ്ദേഹം അമിത് ഷായെ വെല്ലുവിളിച്ചു. എന്നാൽ താൻ എന്ത് പറയണമെന്നത് ആരും കൽപ്പിക്കേണ്ടതില്ലെന്ന് അമിത് ഷാ തിരിച്ചടിച്ചു. ചില കുടുംബങ്ങളാണ് പാരമ്പര്യമായി വോട്ട് ചോരി നടത്തുന്നതെന്നും നെഹ്റു കുടുംബത്തെ ഉന്നമിട്ട് അദ്ദേഹം തിരിച്ചടിച്ചു. SIR വിഷയത്തെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് അമിത് ഷാ പ്രസംഗം ആരംഭിച്ചത്. SIR വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരല്ല. അതിനാൽ ഇതേക്കുറിച്ച് ചർച്ച നടത്തുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്താൽ ആരാണ് ഉത്തരം നൽകിയെന്നും അമിത് ഷാ ചോദിച്ചു. എന്നാൽ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടില്ലെന്ന് കാണിക്കാൻ ചർച്ച നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് BJP ഗൂഢാലോചന നടത്തുകയാണെന്നും വോട്ട് മോഷണം ഏറ്റവും വലിയ രാജ്യദ്രോഹമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. കോൺഗ്രസിന്റെ ചരിത്രം ഉയർത്തിക്കാട്ടിയാണ് അമിത് ഷാ ഈ ആരോപണത്തെ തിരിച്ചടിച്ചത്. സ്വാതന്ത്ര്യാനന്തരമുള്ള തെരഞ്ഞെടുപ്പിൽ സർദാർ പട്ടേലിന് ഭൂരിപക്ഷമുണ്ടായിട്ടും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത് വോട്ട് മോഷണമാണെന്ന് അമിത് ഷാ ആരോപിച്ചു. 1975 കോടതി തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയതിനു ശേഷം ഇന്ദിരാഗാന്ധി സ്വയം നിയമപരിരക്ഷ നൽകിയത് രണ്ടാമത്തെ വോട്ട് മോഷണമാണെന്നും ഇന്ത്യൻ പൗരനാകുന്നതിന് മുൻപ് സോണിയാഗാന്ധി എങ്ങനെ വോട്ടറായി എന്നതിനെക്കുറിച്ചുള്ള തർക്കം നിലനിൽക്കുന്നത് മൂന്നാമത്തേതാണെന്നും ഷാ കൂട്ടിച്ചേർത്തു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷൻ അഥവാ SIR ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് ധാർമ്മികമായ അവകാശമില്ലെന്നും ഷാ തുറന്നടിച്ചു. SIR തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ കടമയാണെന്നും ഇത് മരിച്ചവരുടെയും വിദേശ പൗരന്മാരുടെയും പേരുകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടിയാണെന്നും അമിത് ഷാ സഭയിൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു. BJP തോൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്ലതാണ്, ജയിക്കുമ്പോൾ മോശവും. ഈ ഇരട്ടത്താപ്പ് ഇവിടെ നടക്കില്ലെന്നും അമിത് ഷാ പറഞ്ഞു. വോട്ടർമാരുടെ യോഗ്യത സംബന്ധിച്ച് ആർട്ടിക്കിൾ 326 ഉൾപ്പെടെയുള്ള ഭരണഘടനാപരമായ വ്യവസ്ഥകളും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം താൻ നടത്തിയ പത്രസമ്മേളനങ്ങളെക്കുറിച്ച് പൊതുചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി അമിത് ഷായെ വെല്ലുവിളിച്ചു. എന്നാൽ ഞാൻ എന്ത് സംസാരിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്നും രാഹുൽ പ്രസംഗം കേൾക്കാൻ ക്ഷമ കാട്ടണമെന്നും ഷാ പ്രതികരിച്ചു. ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണ ചർച്ചയ്ക്കിടെ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പുകളിലെ ജനവിധിയെ തട്ടിയെടുക്കാൻ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗൂഢാലോചന നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ന് നിലനിൽക്കുന്നതെല്ലാം വോട്ടിൽ നിന്ന് ഉടലെടുത്തതാണ്. അത് പിടിച്ചെടുക്കാനാണ് RSS ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കാൻ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനോട് രാഹുൽ 3 ചോദ്യങ്ങളും ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? 2023 ഡിസംബറിൽ കമ്മീഷണർമാർക്ക് അതിരുകളില്ലാത്ത നിയമപരിരക്ഷ സർക്കാർ നൽകിയത് എന്തിനാണ്? പോളിംഗ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ 45 ദിവസത്തിനു ശേഷം നശിപ്പിക്കുന്നത് എന്തിനാണ് എന്നീ 3 ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അമിത് ഷാ മറുപടി നൽകുന്നതിനിടെ രാഹുൽ ഗാന്ധി തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണ്ണീറ്റ ശേഷം വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുകയായിരുന്നു. തുടർന്ന് അമിത് ഷായും രാഹുൽ ഗാന്ധിയും തമ്മിൽ ചൂടേറിയ വാഗ്വാദത്തിന് കാരണമായി. 30 വർഷമായി ഞാൻ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പാർലമെന്ററി സംവിധാനത്തിൽ എനിക്ക് വിപുലമായ പരിചയമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറയുന്നു. നിങ്ങൾ ആദ്യം എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്ന്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പാർലമെന്റ് പ്രവർത്തിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രസംഗത്തിന്റെ ക്രമം ഞാൻ തീരുമാനിക്കും. രാഹുൽ ഗാന്ധിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകുമെന്നും അമിത് ഷാ പറഞ്ഞു. ഇത് ഭയന്നതും പരിഭ്രാന്തി നിറഞ്ഞതുമായ പ്രതികരണമാണ്. ഇത് യഥാർത്ഥ പ്രതികരണമല്ല എന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. എന്ത് പറയണമെന്നറിയാതെ വിഷമിക്കുന്ന അദ്ദേഹത്തിന്റെ നെറ്റിയിൽ എനിക്ക് വ്യക്തമായി കാണാൻ കഴിയും. അദ്ദേഹം എന്നെ പ്രകോപിപ്പിക്കില്ല. ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ സംസാരിക്കുമെന്നും ഷാ പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഒരു പങ്കിട്ട ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ 4/1 ഭാഗം പ്രതിപക്ഷത്തായിരുന്നു. നമ്മൾ ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു പുതിയ മാതൃക ഉയർന്നു വന്നിട്ടുണ്ട്. മമതാ ബാനർജി കമ്മീഷനെയും സ്റ്റാലിനെയും രാഹുൽ ഗാന്ധിയെയും ഖാർഗെയും തേജസ്വി യാദവിനെയും അഖിലേഷ് യാദവിനെയും ഹേമന്ത് സോറനെയും പിന്നീട് ഭഗവത് മാൻ എന്നിവരെയും കുറ്റപ്പെടുത്തി. മുമ്പ് ഈ രീതി കോൺഗ്രസിനുള്ളിൽ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് മുഴുവൻ ഇന്ത്യ പാക് സഖ്യത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു. വോട്ടർ പട്ടിക അഴിമതി നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്നും ഷാ ചോദിച്ചു. BJPയിലെയും NDAയിലെയും ആളുകൾ ഒരിക്കലും ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു.